യൂണിവേഴ്സ് അല്ല മൾട്ടിവേഴ്സിന്റെ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ അന്നുവരെ ലോകം രക്ഷിച്ച ഹീറോസിന് നിരാശരായി നിൽക്കാനേ സാധിച്ചുള്ളൂ. അങ്ങനെ സർവനാശത്തിലേക്ക് അടുക്കുമ്പോൾ എല്ലാവരെയും രക്ഷിക്കാൻ അയാൾ വന്നു. അയാൾ ഒരു നായകനായിരുന്നില്ല, എന്നാൽ എല്ലാം രക്ഷിക്കാനുള്ള പവർ അയാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്ടർ വോൺ ഡൂം. What a joke. റോബർട്ട് ഡൗണി ജൂനിയറിനെ MCUവിലെ നെക്സ്റ്റ് ബിഗ് ബാഡായ ഡോക്ടർ ഡൂമായി കാസ്റ്റ് ചെയ്തത് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഫാന്റാസ്റ്റിക് ഫോർ സിനിമകൾ മാത്രം കണ്ടവർക്ക് ജസ്റ്റ് അനദർ വില്ലൻ മാത്രമാകും ഡൂം. എന്നാൽ കോമിക്സിൽ മാർവൽ യൂണിവേഴ്സിന്റെ ദൈവമായി വരെ മാറിയ ഒരു ക്യാരക്ടറാണ് ഡോക്ടർ ഡൂം. നമുക്കറിയാം മാർവലിന്റെ മൾട്ടിവേഴ്സ് ആകയുടെ എപ്പിക് കൺക്ലൂഷൻ 2027 റിലീസ് ആകാനിരിക്കുന്ന സീക്രട്ട് വാഴ്സ് ആണത്. കോമിക്സിലേക്ക് വന്നാൽ ജൊനാഥൻ ഹിക്മാൻ എഴുതിയ 2015 സീക്രട്ട് വാഴ്സ് സ്റ്റോറി ലൈനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഡോക്ടർ ഡൂം. ഇൻകേർഷൻസ് എന്താണെന്ന് ഡോക്ടർ സ്ട്രേഞ്ച് എന്ന മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് സിനിമയിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ഒരു യൂണിവേഴ്സും മറ്റൊരു യൂണിവേഴ്സും തമ്മിൽ കൊളൈഡ് ചെയ്യുന്നതാണ് ഇൻകർഷൻ. മാർവൽ കോമിക്സിലേക്ക് വന്നാൽ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സ് അൺസ്റ്റേബിളായി നശിക്കുന്നത് മൂലം മൾട്ടിവേഴ്സിന്റെ ബാലൻസ് ഇല്ലാതാകുന്നു. ഇതുമൂലം പല പല യൂണിവേഴ്സും തമ്മിൽ കൂട്ടിമുട്ടുന്നു. ഭൂമിയാണ് എല്ലാ യൂണിവേഴ്സിന്റെയും ഇൻകർഷൻ പോയിന്റ്. പാരലൽ എർത്ത്സ് ഒരേ സ്ഥലസമയ കോർഡിനേറ്റുകളിൽ ഒക്യുപ്പൈ ചെയ്യാൻ തുടങ്ങുന്നു. രണ്ട് ഭൂമികൾ ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ രണ്ട് യൂണിവേഴ്സുകളും നശിക്കും. കൂട്ടിയിടിക്കുന്നതിന് മുമ്പ് ഒരു ഭൂമി നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ മറ്റേ ഭൂമി, അതായത് മറ്റേ യൂണിവേഴ്സ് രക്ഷപ്പെടും. ഇക്കാരണം കൊണ്ട് തന്നെ സ്വന്തം ലോകം രക്ഷിക്കാൻ വേണ്ടി സൂപ്പർ ഹീറോസിന് വേറെ വഴിയില്ലാതെ സ്വന്തം മൊറാലിറ്റീസ് അടക്കം മാറ്റിവെച്ച് മറ്റു പ്രപഞ്ചങ്ങളിലെ മുഴുവൻ ജീവനുകൾ വരെ നശിപ്പിക്കേണ്ട അവസ്ഥയാകുന്നു. ഈ ഇൻകർഷൻസിന് പിന്നിൽ ബിയോണ്ടേഴ്സ് ആണ്. എക്സ്ട്രാ ഡയമെൻഷണൽ ബീയിങ്സ് ആയ ബിയോണ്ടേഴ്സ് ആണ് ഒരു എക്സ്പെരിമെന്റായി മാർവൽ മൾട്ടിവേഴ്സ് ക്രിയേറ്റ് ചെയ്തത്. ഇവർ ഇൻകർഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് മൾട്ടിവേഴ്സിന്റെ ലിമിറ്റ്സ് ടെസ്റ്റ് ചെയ്യാനും അൾട്ടിമേറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാനുമാണ്. എന്തിനാണ് ബിയോണ്ടേഴ്സ് സ്വന്തം ക്രിയേഷനെ തന്നെ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യരെ പോലെ മൊറാലിറ്റി ഉള്ളവരല്ല ബിയോണ്ടേഴ്സ്. എക്സിസ്റ്റൻസിന്റെ ക്രിയേഷനും ഡിസ്ട്രക്ഷനും ഒക്കെ അടങ്ങുന്ന ഫണ്ടമെന്റൽ നേച്ചറിനെ പറ്റി അറിയുക എന്നതാണ് അവരുടെ മോട്ടീവ്. അതാണ് അവർ മൾട്ടിവേഴ്സിനെ അതിന്റെ ബ്രേക്കിംഗ് പോയിന്റിലേക്കും അതിനപ്പുറത്തേക്കും പുഷ് ചെയ്യുന്നത്. അങ്ങനെ ഇൻകേർഷൻസ് മൂലം ഒരുപാട് യൂണിവേഴ്സുകൾ ഇല്ലാതായി. മെയിൻ യൂണിവേഴ്സായ 616നും അവരുടെ ഫൈനൽ ഫേറ്റിനെ നേരിടേണ്ടി വരുന്നു. എന്നാൽ 616ലെ ഡോക്ടർ ഡൂം, മോളിക്യൂൾ മാൻ, ഡോക്ടർ സ്ട്രേഞ്ച് എന്നിവർക്കൊപ്പം ബിയോണ്ടേഴ്സിനെ നേരിടുകയും ഇവഞ്ച്വലി അവരെ തോപ്പിച്ച് അവരുടെ പവേഴ്സ് സ്വന്തമാക്കുകയും ചെയ്യുന്നു. അതായത് മൾട്ടിവേഴ്സിന്റെ ക്രിയേറ്റേഴ്സിനെ നശിപ്പിച്ച് അവരുടെ പവേഴ്സാണ് ഡൂം തന്റെ കയ്യിലെത്തിച്ചത്. ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഒരു സാധാ വില്ലൻ തുടങ്ങിയ ഡൂം ഇപ്പോൾ ഒരു ഗോഡ് ലെവലായി മാറിയിരിക്കുന്നു. പക്ഷേ ഇൻകർഷൻസ് മൂലം ഒട്ടുമിക്ക യൂണിവേഴ്സുകളും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ചിലതൊക്കെ സ്റ്റിൽ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. തനിക്കിട്ടിയ ഗോഡ് പവേഴ്സ് ഉപയോഗിച്ച് ഡൂം ഒരൊറ്റ യൂണിവേഴ്സ് ഉണ്ടാക്കുന്നു. അതാണ് ബാറ്റിൽ വേൾഡ്. മാർവലിലെ ഒരുപാട് യൂണിവേഴ്സുകളിലെ പല പല ഭാഗങ്ങൾ രാജ്യങ്ങൾ പോലെ ഒരൊറ്റ ഭൂമിയിൽ നിലനിൽക്കുന്നു. പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആയ ഓൾഡ് മാൻ ലോഗന്റെ വേൾഡും മറ്റൊരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡും മാർവൽ സോബീസിന്റെ വേൾഡും എല്ലാം ഒരേ ഭൂമിയിൽ പല പല ഭാഗങ്ങളായിട്ട് പല പല രാജ്യങ്ങളെ പോലെ നിലനിൽക്കുന്നു. ഇതിനെല്ലാം ദൈവമായി എംബറായി ഡോക്ടർ ഡൂമും. ഇന്ന് അയാൾ ഡോക്ടർ ഡൂം അല്ല, ഗോഡ് എംബറർ ഡൂമാണ്. ഇടിമിന്നലിന്റെ ദൈവമായ തോറിന്റെ നിരവധി വേരിയൻസിന്റെ ആർമിയായ തോർ കോർ ഗോഡ് എംബറർ ഡൂമിന് കീഴിലെ സൈന്യം മാത്രമാണ്. ഒരു കാലത്ത് ഡൂമിനെതിരെ പോരാടിയ സ്റ്റീഫൻ സ്ട്രേഞ്ച് ഇന്ന് അയാളുടെ വിശ്വസ്തനാണ്. ഡൂമിന്റെ ഏറ്റവും വലിയ ശത്രു റീഡ് റിച്ചാർഡ്സിന്റെ ഭാര്യയും മക്കളും ഇന്ന് ഡൂമിന്റെ സ്വന്തം കുടുംബവും. ജോണി സ്റ്റോം അഥവാ ഹ്യൂമൻ ഡോർസിനെ ഡൂം സൂര്യനാക്കി മാറ്റിക്കൊണ്ടാണ് ഈ പുതിയ ലോകത്തിന് എനർജി നൽകിയത്. അങ്ങനെ ഡൂം ദൈവമായി ലോകം ഭരിക്കുമ്പോൾ മുമ്പ് നശിച്ച ആ ലോകത്തിലെ ചില സർവൈവേഴ്സ് റീഡ് റിച്ചാർഡ്സ് ഉണ്ടാക്കിയ റാഫ്റ്റിലുണ്ടായിരുന്നു. അവർ ബാറ്റിൽ വേൾഡിലേക്ക് എത്തുന്നതും അതുമൂലം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സീക്രട്ട് വാഴ്സിന്റെ സ്റ്റോറി. അതിനെപ്പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയി പറയാം. അപ്പോൾ കോമിക്സിലേക്ക് അത് സിനിമയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാവും? അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സിനിമ ഡോക്ടർ ഡൂം എന്ന ക്യാരക്ടറിന്റെ ഒരു സോളോ ഫിലിം എന്ന രീതിയിൽ കൂടിയാകും വരിക. ഇൻഫിനിറ്റി വാറിലെ താനോസിനെ പോലെ തന്നെ കൂടുതൽ സ്ക്രീൻ ടൈം ഡൂമിനാകും കിട്ടുക. സീക്രട്ട് വാഴ്സ് കോമിക്സിൽ ഇൻകേർഷൻസ് സമയത്താണെങ്കിലും ബാറ്റിൽ വേൾഡിന്റെ സമയത്താണെങ്കിലും മൾട്ടിവേഴ്സിലെ ഒരുപാട് യൂണിവേഴ്സുകളും അതിലെ ക്യാരക്ടേഴ്സും കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ കോമിക്സിലെ പല പല യൂണിവേഴ്സുകളിലെ ക്യാരക്ടേഴ്സ് ആയിരുന്നുവെങ്കിൽ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയും കാലം കണ്ട ലൈവ് ആക്ഷൻ മാർവൽ സിനിമകളും ഈവൻ അതിനപ്പുറത്തേക്ക് ആനിമേഷൻ മാർവൽ കണ്ടന്റുകളിലെ ക്യാരക്ടേഴ്സ് വരെ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതായത് സോണിയുടെ ടോബി മഗ്വയർ, ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻസ്, അതേപോലെ ഫോക്സിന്റെ എക്സ്മെൻ യൂണിവേഴ്സ്, ഫാന്റാസ്റ്റിക് ഫോർ, ഡെയർ ഡബിൾ, ബ്ലേഡ്, ഗോസ്റ്റ് റൈഡർ, അങ്ങനെ പറയാനാണെങ്കിൽ MCUവിന് പുറത്ത് എന്തോരം മാർവൽ കണ്ടന്റുകളുണ്ട്. ലൈവ് ആക്ഷൻ മാത്രം ഒതുങ്ങുന്നതല്ല, എക്രോസ് സ്പൈഡർ വേഴ്സും അതേപോലെ എക്സ്മെൻ 97 പോലെയുള്ള ബാക്കി ആനിമേറ്റഡ് കണ്ടന്റുകൾ. അപ്പോൾ ഇവയെല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരു അൾട്ടിമേറ്റ് ക്രോസ് ഓവർ ആകും 2027 റിലീസാകാൻ പോകുന്ന സീക്രട്ട് വാഴ്സ്. പിന്നെ ചില റൂമേഴ്സ് കേൾക്കുന്നുണ്ട് സീക്രട്ട് വാഴ്സ് ഈ ഒരൊറ്റ മൂവി ആയിരിക്കത്തില്ല, 2 മൂവി അല്ലെങ്കിൽ ഒരു ട്രിലജി ഒക്കെ ആവുമെന്ന്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഈ ഒരു സ്റ്റോറി നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് പറയാൻ പറ്റുന്നത് ഒരു 2-3 മൂവീസിലാണ്. മാത്രമല്ല ഇതിന്റെ മീൻ വെയിൽ ഈ പറഞ്ഞ പോലെ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ബാറ്റിൽ വേൾഡിനകത്തെ കഥകൾ പല പല യൂണിവേഴ്സുകൾ തമ്മിൽ ഇന്ററാക്ഷൻ ആവുന്ന ആ കഥകൾ അവർക്ക് സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ വാട്ട് ഇഫ് ഒക്കെ കൊണ്ടുവന്ന പോലെ ഒരു ആനിമേറ്റഡ് സീരീസ് ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ഹോൾ ഫേസ് തന്നെ സീക്രട്ട് വാഴ്സിന് കൊടുക്കാം. അതായത് ഫേസ് 7 ആദ്യത്തെ സീക്രട്ട് വാഴ്സ് മൂവിക്ക് ശേഷം ഉണ്ടാകുന്ന ഫേസ് 7 മുഴുവൻ സീക്രട്ട് വാഴ്സ് ബേസ് ചെയ്ത് ആ ബാറ്റിൽ വേൾഡിനകത്ത് കിടക്കുന്ന കഥകൾ ഇവർക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെന്നെങ്കിൽ ഹോൾ ഫേസ് ഓഫ് ഡിഫറെന്റ് മൂവീസ് ആൻഡ് കണ്ടന്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത്രയും ഒരു ലെവലിലോട്ട് മാറൽ പോകുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ആസ് ഓഫ് നൗ നമുക്ക് കിട്ടിയിരിക്കുന്ന 2077 സീക്രട്ട് വാഴ്സ് ആണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഒരൊറ്റ മാർവൽ യൂണിവേഴ്സിന്റെ എത്ര വലിയൊരു എപ്പിക് കൺക്ലൂഷൻ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം.
അതുപോലെ സീക്രട്ട് വാഴ്സ് മാർവലിന്റെ മൾട്ടിവേഴ്സിന്റെ ഒരു എപ്പിക് കൺക്ലൂഷനാണ്. ഹ്യൂ ജാക്മാന്റെ വോൾവറിനും ടോബി മഗ്വയറിന്റെ സ്പൈഡർമാനും എറിക് ബാനയുടെ ഹൾക്കും RDJയുടെ അയൺമാനും അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ട് ആസ്വദിച്ച പല യൂണിവേഴ്സിലെ മാർവൽ ക്യാരക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് വരാൻ പോകുന്ന ഒരു എപ്പിക് ഫിലിം ആകും സീക്രട്ട് വാഴ്സ്. അല്ലെങ്കിൽ സീക്രട്ട് വാഴ്സ് ഇപ്പോൾ 2-3 പാട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാം തന്നെ ഈ ഒരു ക്യാരക്ടേഴ്സിനെ നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ ഒരു ഫ്രാഞ്ചൈസിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു എപ്പിക് കൺക്ലൂഷൻ ആയിരിക്കാം സീക്രട്ട് വാഴ്സിലൂടെ മാർവലിന് കിട്ടാൻ പോകുന്നത്. അതിനത് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഫിനിറ്റി സാഗ തുടക്കം മുതലേ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വന്നായിരുന്നു ആ ഒരു കൺക്ലൂഷനിൽ എത്തിയത്. ഇവിടേക്ക് വരുമ്പോൾ ബിൽഡിംഗ് ബ്ലോക്സിന് കുറച്ച് കുഴപ്പമുണ്ടെങ്കിലും കൺക്ലൂഷൻ മോശമാക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല എൻഡ് ഗെയിമിന്റെ ഏറ്റവും അവസാനം നമ്മൾ സ്ക്രീനിൽ കണ്ട പേര് റോബർട്ട് ഡൗണി ജൂനിയർ എന്നാണ്. അന്ന് അദ്ദേഹം അയൺമാൻ എന്ന ഒരു ബിഗ് ഹീറോ ആയിരുന്നു. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ സീക്രട്ട് വാഴ്സിൽ ഒരുപക്ഷെ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് RDJയുടെ പേര് തന്നെയാകാം. എന്നാൽ ഇവിടെ അയാൾ അയൺമാൻ എന്ന ഹീറോ അല്ല, മറിച്ച് ഗോഡ് എംപറർ ഡൂമാണ്. എന്നാൽ ഡോക്ടർ ഡൂം ഒരു പക്കാ വില്ലനാണോ? ഈ പറഞ്ഞ പോലെ ഹീറോ ആയിട്ട് RDJ എൻഡ് ഗെയിമിൽ എൻഡ് ചെയ്യുന്നെങ്കിൽ ഒരു വില്ലനായിട്ട് സീക്രട്ട് വാഴ്സിൽ എൻഡ് ചെയ്യുമെന്ന് പറയാൻ സാധിക്കുമോ? കാരണം നമ്മൾ ഈ പറഞ്ഞ കഥ വെച്ചിട്ട് ഡോക്ടർ ഡൂം ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ഹോൾ മൾട്ടിവേഴ്സ് തന്നെ ഇല്ലാതായി പോയനെ. ഡോക്ടർ ഡൂമാണ് അതിലെ കുറച്ച് ഭാഗങ്ങളും രക്ഷിച്ചത്. കുറച്ചെങ്കിലും സംരക്ഷിക്കുക, എല്ലാം നശിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ഡോക്ടർ ഡൂമിൻ്റെ ഒരു മൊറാലിറ്റി. അത് തന്നെ അയാൾ ചെയ്യുകയും ചെയ്തു. പിന്നെ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അയാൾ ഭരിക്കുന്നത് അയാളുടെ പേഴ്സണൽ അജണ്ടാസ് കൊണ്ടാണ്. ഡോക്ടർ ഡൂമിന് നന്മമരമൊന്നും അല്ലല്ലോ. ഡോക്ടർ ഡൂം ഉള്ളത് കൊണ്ടാണ് ഒരു യൂണിവേഴ്സ് നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എംപററായി ഡോക്ടർ ഡൂം വാഴുന്നു. അതിന് വേണ്ടിയിട്ട് ഡോക്ടർ ഡൂം തൻ്റെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾ, ഇപ്പോൾ റീഡ് റിച്ചാർഡ്സിന്റെ ഫാമിലിയെ സ്വന്തമാക്കുന്നതും സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ തൻ്റെ അസിസ്റ്റന്റ് ആക്കുന്നതും തോർ കോറിനെ തൻ്റെ ആർമി ആക്കുന്നതും എല്ലാം പുള്ളിയുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ച് തന്നെയാണെന്ന് പറയാം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു വേൾഡ് ഉണ്ടാകാൻ കാരണം ഡോക്ടർ ഡൂമാണ്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള അജണ്ടകളുണ്ട്. പക്ഷെ അയാൾ ഒരിക്കലും കംപ്ലീറ്റ് ഈവിളല്ല. സോ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോഴും ഈ ഒരു സെയിം കാര്യം തന്നെ ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യുക, എസ്പെഷ്യലി RDJ ആയതുകൊണ്ട് തന്നെ. നമ്മൾ ഇൻഫിനിറ്റി വാറിലൊക്കെ താനോസിനെ കണ്ടതുമാണ്. താനോസ് ഈ പറഞ്ഞതുപോലെ ഒരു പക്കാ ഈവളല്ല. ഹാഫ് ഓഫ് ദി യൂണിവേഴ്സിനെ ഇല്ലാതാക്കുന്നത് മുഴുവൻ യൂണിവേഴ്സും നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഡോക്ടർ ഡൂമും ചെയ്യുന്നത്. കുറച്ചുപേരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി താൻ ഭരിക്കുന്ന ഒരു ലോകം ഉണ്ടാക്കുന്നു. RDJയുടെ കുറെ പേര് അയൺമാന്റെ വേരിയന്റ് ഡോക്ടർ ഡൂമായിട്ട് മാറുന്നതാണ് ഈ വരുന്ന RDJയുടെ വെർഷൻ എന്നൊക്കെ പറയുന്നു. പക്ഷെ അയൺമാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിക്ടർ വോൺ ഡൂം എന്ന ക്യാരക്ടറായിട്ട് തന്നെയാണ് RDJ വരിക എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല വരാനിരിക്കുന്ന ഫാന്റാസ്റ്റിക് ഫോർ മൂവി മറ്റൊരു യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണെന്ന് ഏകദേശം ഉറപ്പായി. അപ്പോൾ ഫാന്റാസ്റ്റിക് ഫോറിന്റെ മെയിൻ വില്ലൻ ആയതുകൊണ്ട് തന്നെ ആ സിനിമയിലാകാം RDJയുടെ ഡോക്ടർ ഡൂം ആദ്യമായി വരിക. ഒരു പക്ഷേ എൻഡിങ്ങിലോ അല്ലെങ്കിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലോ ഈ ഒരു ക്യാരക്ടറിനെ ടീസ് ചെയ്തതിന് ശേഷമാകും ഡൂംസ്ഡേ സിനിമ വരിക. ഡൂംസ്ഡേക്ക് മുന്നേ ഒരു ഡോക്ടർ ഡൂം സോളോ ഫിലിം വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഡൂംസ്ഡേ എന്ന ടൈറ്റിൽ തന്നെ വന്നതോടുകൂടി താനോസിനെയൊക്കെ ഇൻഫിനിറ്റി വാറിൽ കൊണ്ടുവന്ന പോലെ തന്നെയാകും ഡോക്ടർ ഡൂമായിട്ട് RDJയെ കൊണ്ടുവരിക. സീക്രട്ട് വാഴ്സിന്റെ മുഴുവൻ കഥയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗോഡ് എംപറർ ഡൂമിനെ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ സീക്രട്ട് വാഴ്സ് എന്ന് പറയുന്ന ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള ഒരു സ്റ്റോറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹോൾ ഫേസ് ഓഫ് പ്രൊജക്ട്സ് ഇറക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈനാണ്. അപ്പോൾ സീക്രട്ട് വാഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ പറയുക. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാങ്ങിനെ എങ്ങനെ ഡോക്ടർ ഡൂം റീപ്ലേസ് ചെയ്യും, പിന്നെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ആൻഡ് അതർ മാർവൽ DC ആനിമേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇത്തരം കണ്ടൻസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുപിടുന്നവരേക്കും ദിസ് ഈസ് രഞ്ജൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.